അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കറണ്ട് ബില്ലിനെ കുറിച്ചാണ്. കറണ്ട് ബില്ല് നമ്മൾ ശരിക്കും ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് ക്യാൻസർ, ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തരും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ കറണ്ട് ബില്ല് ഉണ്ടല്ലോ, പണ്ടൊക്കെ നമുക്ക് കറണ്ട് ബില്ല് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുണ്ടായിരുന്നു അല്ലേ. ഇപ്പോഴാണ് കുറച്ച് കാലമായിട്ട് ഈ ഒരു രീതിയിൽ ഉള്ള പേപ്പറുകൾ വരൽ തുടങ്ങിയത്. പണ്ട് നമ്മൾ എഴുതുന്ന ഈ പോലെ ഷീറ്റ് പോലെയുള്ള ഇങ്ങനെയുള്ള പേപ്പറുകളിലാണ് പണ്ട് നമുക്ക് ബില്ല് കിട്ടിയിരുന്നത്. എന്നാൽ ഈ ഒരു പേപ്പറിൽ BPA എന്ന് പറഞ്ഞിട്ട് BPA BPS എന്നൊക്കെ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകൾ ആ ഒരു മെഷീൻ്റെ അകത്ത് കിടന്ന് ചൂടാകും. പ്രത്യേക ഏരിയയിൽ ചൂടാക്കിയിട്ടാണ് ഈ ഒരു പ്രിന്റിങ് നടത്തുന്നത്, തെർമൽ പ്രിന്റിങ്. ഇത് ബില്ല് മാത്രമല്ല, നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെ അകത്ത് ഒക്കെ നമുക്കിപ്പോൾ ഇങ്ങനത്തെ ബില്ലിംഗ് ആണ് നടക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതിൽ വരുന്ന എഴുത്തുകളൊക്കെ നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ ഇത് നേരിട്ട് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ കയറിയിട്ട് അത് ബ്ലഡിലേക്ക് കയറും എന്നുള്ളതാണ്. ഇനി പ്രത്യേകിച്ച് നമ്മളെ കൈ കൂടുതൽ നനവുള്ളതാണെങ്കിൽ അത് തന്നെ നമ്മൾ ഈ സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന കാലം, കൊറോണ സമയത്തൊക്കെ കൈ വൃത്തിയാക്കാൻ വേണ്ടി സാനിറ്റൈസർ യൂസ് ചെയ്യലില്ലേ? അങ്ങനെ സാനിറ്റൈസർ കൂടി യൂസ് ചെയ്താണെങ്കിൽ 100 ഇരട്ടി ഇതിന്റെ അബ്സോർപ്ഷൻ കൂടുന്നുള്ളതാണ്. അതായത് 100 ഇരട്ടി ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഇത് ബ്ലഡിലേക്ക് കയറി എന്താ പ്രശ്നം എന്നറിയോ? ഈസ്ട്രോജൻ, പ്രത്യേകിച്ച് സ്ത്രീകളിലുള്ള ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്, അതിനോട് വല്ലാത്തൊരു സാമ്യമുണ്ട് എന്ന് പറയുന്നത്, മിമിക് ചെയ്യും. ഇത് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് PCOD, ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത വരും. പിന്നെ പെൺകുട്ടികൾക്ക് നേരത്തെ പീരിയഡ്സ് ആവുന്ന ഒരവസ്ഥ. ഇനി ഈ ഈസ്ട്രോജൻ കൂടിയിട്ടുള്ള വേറെ ക്യാൻസറുകളിലേക്ക്, ബ്രസ്റ്റ് ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ, യൂട്രസിന്റെ ക്യാൻസറുകൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ. ഈ പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന ക്യാൻസറുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, തൈറോയിഡിന്റെ ക്യാൻസറും വൈറോയിഡിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു കാരണം ഇത് വരാം എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നോക്കി, ഇത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിന്റെ ഈ ഉൾഭാഗം മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിൽ എന്തില്ല, ഇഷ്യൂ ഇല്ല. ബാക്ക് ഭാഗത്ത് ഈ ബാക്ക് വെള്ളയായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കുക, ആ എഴുത്തുള്ളിൽ വരുന്ന രീതിയിൽ ഒന്ന് മടക്കിയിട്ട് ഇത് കൊണ്ടുപോയിട്ട് കളയുക കേട്ടോ. കുട്ടികൾക്ക് കിട്ടാത്തവർക്ക് വേണം വെക്കാൻ. കുട്ടികൾക്ക് കിട്ടുന്നിടത്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എടുക്കും, വായിലൊക്കെ ഇടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്യാണ്ട്, ഇതൊക്കെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട്ട് ഹോമിയോപ്പത്തിക് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, മലപ്പുറം.